8 മാസം ചെയിൻ മെയിൻ്റെനൻസ് ചെയ്യാൻ എനിക്ക് വെറും 50 രൂപ മാത്രമേ ആയിട്ടുള്ളൂ പറഞ്ഞാൽ നിങ്ങൾ എത്ര വിശ്വസിക്കും? അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ സമയം നിങ്ങളെ ഡയറക്റ്റ് നിങ്ങൾക്ക് വീഡിയോസ് എടുക്കാം. പിന്നെ കുറച്ച് നാളെ വണ്ടിയുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇട്ടിട്ട് നമുക്ക് ഇനി എന്തായാലും ഡെയിലി ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ വണ്ടി കിട്ടുന്ന പണികൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തായിരിക്കും ഇനി മുതൽ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒക്കെ വരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഡെയിലി കാണുന്നവർക്കാണെങ്കിൽ അറിയാം, ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഗിയർ ഓയിൽ വെച്ചാണ് എൻ്റെ ചെയിൻ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ മുമ്പ് വാങ്ങിച്ച എൻ്റെ പഴയ ബോട്ടിൽ. അപ്പോൾ ഇതിപ്പോഴാണ് തീർന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ വീണ്ടും ആ ഒരു സെയിം ലൂബേൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന ഗിയർ ഓയിലാണ്. ഇതിനൊരു 50 രൂപ അടുപ്പിച്ച് മാത്രം റേറ്റ് വരും. ഞാൻ ഈ ഒരു സൈസിൽ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ സ്റ്റോറേജ് ചെയ്യാനും അല്ല യൂസ് ചെയ്യാനൊക്കെ എളുപ്പം കൊണ്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചതിന് ശേഷം എറൗണ്ട് ഒരു 8 മാസം അടുപ്പിച്ചായിട്ടുണ്ട്. പക്ഷേ പണ്ടത്തെ പോലെ കോളേജിൽ പോകുന്ന എനിക്ക് സ്ഥിരം 30 കിലോമീറ്റർ ഒന്നും ഓടുന്നില്ലെങ്കിലും വണ്ടി ഒരു 4000-5000 കിലോമീറ്റർ ഞാൻ ഈ ഒരു ഗിയർ ഓയിൽ വെച്ചാണ് ഇപ്പോൾ എന്തായാലും ഓടിച്ചിട്ടുള്ളത്. എൻ്റെ വീട് ഈ ഒരു റോഡ് സൈഡിലാണ്. അപ്പോൾ നല്ല രീതിക്ക് വണ്ടികളുടെ ഒരു ഡിസ്റ്റർബൻസ് കാണും. അതിലെനിക്കൊന്നും ബസ്സൊക്കെ പോകുന്നതല്ലേ ചെയ്യാനും പറ്റില്ല. മിക്കുള്ള വണ്ടി വരുമ്പോഴും ഞാൻ സംസാരം നിർത്താറാണ് പതിവ്. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. അതൊന്ന് നെഗ്ലക്റ്റ് ചെയ്തേക്കണം. വണ്ടി വരുമ്പോൾ നിർത്തി സംസാരിക്കുന്നതിന് ഇപ്പോഴൊന്നും സംസാരിച്ചിരുത്തില്ല. നിങ്ങൾ രോമൻ രീതിക്ക് ചെയിൻ ലൂബും ചെയിൻ ക്ലീനറും വെച്ചാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ചെയിനിൽ നിങ്ങൾക്ക് ഒരു ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ലൈഫ് തീരുന്ന സമയത്തിനകം വെച്ചിട്ട് നിങ്ങൾ 2 സ്പ്രോക്കറ്റ് വാങ്ങിക്കേണ്ട പൈസ നിങ്ങൾ വണ്ടിയിലെ ചെയിൻ മെയിൻ്റെനൻസിന് മാത്രം ചിലവാക്കി കാണും. അപ്പോൾ ഇതിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരു 50 രൂപയ്ക്ക് ഇത്രയും നാൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫീഡ്ബാക്ക് കൂടെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ചെയിൻ ലൂബിൻ്റെ അത്ര പെർഫോമൻസും അത്രയും ഒരു ലാസ്റ്റിംഗ് ഈ ഒരു സാധനം കിട്ടിയില്ലെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. ഈ ഒരു ഗിയർ ഓയിലും അത് യൂസ് ചെയ്യുന്ന ഡിഫറൻസ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. പക്ഷേ ഈ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാ സമയത്തും യൂസ് ചെയ്യത്തില്ല. മഴയത്തൊക്കെ ഇതൊരു 4-5 ദിവസം മാക്സിമം നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്ക് മഴയത്തൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ സാധനം പെട്ടെന്ന് ഒലിച്ചു പോകും. അതൊരു ചെറിയ ഇഷ്യൂ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു റേറ്റിന് ആ ഇഷ്യൂ ഞാൻ വലിയ കാര്യം എടുക്കുന്നില്ല. പക്ഷേ നമ്മൾ പ്രൈമറി ആയിട്ട് ഇത് മാത്രം യൂസ് ചെയ്ത് വണ്ടി ഓടിക്കുക എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ വിട്ടിയൊക്കെ കാണാൻ നടക്കില്ല. ഒറ്റ സ്ട്രെച്ചിനൊക്കെ 100-300 കിലോമീറ്റർ ഓടുന്ന ആളാണെങ്കിൽ ഈ ഒരു സാധനം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ചെയിൻ ലൂബും അതേപോലെ ക്ലീനറും മാത്രം യൂസ് ചെയ്യുക. പിന്നെ ഈ ഒരു സംഭവം ഞാൻ ജസ്റ്റ് കാണിച്ചു. ഇപ്പോൾ വണ്ടിയുടെ കണ്ടീഷനെ കണ്ടറിയാൻ പറ്റും. നല്ല ചെളിയൊക്കെ അടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നല്ല മഴയത്തുള്ള കണ്ടീഷനിലാണ് ഓടിയത്. പക്ഷേ നോർമലിക്ക് ചെയിൻ ലൂബ് അടിച്ചാൽ പോലും ഈ ഒരു ചെയിൻ നല്ലേക്ക് ഡർട്ടി ആവും. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു ഗിയർ ഓയിൽ യൂസ് ചെയ്തിട്ടും ഈ ഒരു ചെയിനിൽ വലിയേക്ക് ഡസ്റ്റിങ് കാര്യങ്ങളൊന്നും ഇതുവരെ അടിച്ചില്ല. അതിൻ്റെ കാരണം എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. ചിലവർ ഈ ഒരു സാധനത്തിന് റേറ്റ് കുറവാണെന്നുള്ള രീതിയിൽ ചെയിനിൽ മൊത്തം വാരി അടിക്കും. അങ്ങനെയല്ല അടിക്കേണ്ടത്. ഇതിലൊരു ചെറിയ ഹോൾ ഇട്ടിട്ട് കറക്റ്റ് നമ്മൾ ഈ ഒരു പോയിന്റിൽ ഈ 2 ചെയിൻ വന്ന് ജോയിൻ ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ അകത്തൊരു റബ്ബർ ഓറിംഗ് ഉണ്ട്. അവിടെ മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗിയർ ഓയിൽ ഒഴിച്ചാലും വലിയ ചെയിനിൽ ഡസ്റ്റിംഗ് ആണെന്ന് പിടിക്കില്ല. സൈഡിലൊക്കെ ചെയിൻ ലൂബ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒട്ടുമില്ല. സൈഡിലൊക്കെ അടിക്കാം. എപ്പോഴെന്ന് വെച്ചാൽ നമ്മളെ ചെയിനൊക്കെ റെസ്റ്റ് ആയിരിക്കുന്ന സമയത്താണെങ്കിൽ അത് അടിച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് ആവത്തില്ല. അല്ലാത്ത സമയത്ത് ഈ ഒരു ഓറിങ്ങിൻ്റെ ഇടയിൽ മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ അടിച്ച് പറയുന്ന രീതിയിൽ ചെയിൻ ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ ചെയിൻ ലൂബ് ആയാലും ഇതായാലും നിങ്ങൾക്ക് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് സ്പില്ലുണ്ടെന്ന് വെച്ചാൽ സ്പില്ലൊക്കെ ഉണ്ട്. പക്ഷേ അത് അത്യാവശ്യം കുറച്ച് നേരം ഈ ഒരു ഗിയർ ഓയിൽ ഇട്ടിട്ട് വെച്ചിട്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ വലിയ സ്പില്ലൊന്നുമില്ല. ഇതൊക്കെ ഇപ്പോൾ ഈ ചെളിയൊക്കെ അടിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ സ്പില്ലും കാലൊക്കെ അടിക്കാമല്ല. എനിക്ക് വലിയ സ്പില്ലൊന്നും ഫേസ് ചെയ്യേണ്ടിയൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതും അതുകൊണ്ട് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് കോസ്റ്റാണ്. അപ്പോൾ അത്രയും ഒരു പൈസ ഇറക്കാനുള്ളവർക്ക് അതിലോട്ട് തന്നെ പോകാൻ കാണാൻ നല്ല പെർഫോമൻസും അതേപോലെ ഒരുപാട് ലാസ്റ്റും ചെയ്യും. ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണമെങ്കിൽ ഇതായിരിക്കും നല്ലത്. അപ്പോൾ ബഡ്ജറ്റ് ഒരു ഇഷ്യൂ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ പല പരിപാടികളും ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റഡീസ് അനുസരിച്ച് ഒരു ചെയിൻ ലൂബും ക്ലീനറും നല്ലത് വാങ്ങിക്കണമെങ്കിൽ 500 രൂപ എന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം കാറ്ററിംഗിൻ്റെ പൈസ മൊത്തം ഇതിന് ഇറക്കേണ്ടി വരും. അപ്പോൾ അതെനിക്ക് കുറച്ച് ഓർത്തലായിട്ട് തോന്നിയിട്ടാണ് ഞാൻ അപ്പോൾ ഈ ഒരു ആൾട്ടർനേറ്റീവ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ ഈ ഒരു സാധനം മാത്രം വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. കാരണം ഞാൻ അത്യാവശ്യം കുറച്ച് ലോങ് ഓടിക്കുന്നതാണ്. ആ ഒരു സമയത്ത് ഈ സാധനം പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഞാൻ ചെയിൻ ലൂബ് തന്നെയാണ് യൂസ് ചെയ്യാറ്. അതേപോലെ തന്നെ മഴയത്ത് നല്ല രീതിക്ക് ഇപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. നല്ല രീതിക്ക് മഴയുള്ള കണ്ടീഷൻ ആകുമ്പോഴത്തേക്ക് ഞാൻ ചെയിൻ ലൂബിലോട്ട് മാറും. കാരണം മഴയത്തൊക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ മാക്സിമം 4-5 ദിവസം ഈ ഒരു സാധനം നിൽക്കൂ. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരാഴ്ചയിൽ ഒരു 4 പ്രാവശ്യം അടിക്കാൻ വന്നാലും എനിക്ക് നഷ്ടമൊന്നുമില്ല. കാരണം വെറും 57 രൂപ മാത്രമേ ആവുന്നുള്ളൂ. പിന്നെ ചെയിൻ ക്ലീൻ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാറില്ല. വണ്ടി വാഷ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് ചെയിനോട് ക്ലീൻ ചെയ്ത് തരാൻ പറയും. ഇല്ലെങ്കിൽ 19 രൂപ എടുക്കുമ്പോൾ ചെയിൻ അവർ ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ എനിക്ക് ഇത് നല്ല രീതിക്ക് വർത്തായിട്ടും തോന്നുന്നു, നല്ല രീതിക്ക് യൂസ്ഫുൾ ആയിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയിൻ മെയിൻ്റെനൻസ് ചെയ്യാത്ത നിങ്ങളെ ഫ്രണ്ട് അല്ലെങ്കിൽ ചെയിൻ ലൂബ് ക്ലീനറൊക്കെ വാങ്ങിച്ച് മുടി നീക്കിയ ഫ്രണ്ട്സിന് ഉറപ്പായിട്ട് ഷെയർ കൊടുക്കും. കാരണം ആർക്കെങ്കിലും യൂസ് ആവും. ഇപ്പോൾ തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ്സ് വരുന്നുണ്ട്. അവന്മാർ ചെയ്യുന്ന മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ്സ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കാണിച്ചിട്ട് നമ്മളെ തലയിൽ അടിച്ചേപ്പിക്കുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരുപാട് പേര് അതിനെ പ്രൊമോട്ടിങ്ങൊക്കെ ചെയ്യുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞു തരുന്നത് വെച്ചാൽ ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്ന സംഭവങ്ങൾ അവന്മാർ അതിൽ ക്ലെയിം ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വഴിയെ പോവും, വണ്ടി നിൽക്കും. അപ്പോൾ നമ്മൾ അതെടുത്ത് വെച്ച് ബാറ്ററി ചാർജ് ചെയ്യും, വീട്ടിൽ പോകും. ഈ ഒരു ബാറ്ററി വന്ന സംഭവമൊക്കെ വല്ലപ്പോഴും അടിച്ചു പോകും. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഒരു 4 വർഷം അടുപ്പിച്ചായി. എനിക്കിതുവരെയും ബാറ്ററിയൊക്കെ അടിച്ചു പോയിട്ട് ചാർജ് ചെയ്യേണ്ട ആവശ്യം ഒരു പ്രാവശ്യം കൊണ്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ അത്രയും ഒരു സാധനം കൊണ്ട് നടക്കുന്നുള്ളത് അത്ര യൂസ്ഫുള്ള പരിപാടിയല്ല. ഇപ്പോൾ ടയർ ഇൻഫ്ലേറ്ററും കാലൊക്കെ കൊണ്ടുവരുന്നാൽ പിന്നെ യൂസ് ആകും. കാരണം പഞ്ചറൊക്കെ ആയിക്കഴിഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കും പ്രൊമോഷനൊക്കെ വന്നാൽ ഞാനും ചെയ്യും. കാരണം കുറച്ച് ഫണ്ടൊക്കെ കിട്ടുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് എന്ത് വേണം എന്ത് വേണ്ടത് നമ്മൾ തന്നെ ആലോചിച്ചിട്ട് തീരുമാനിക്കണം. അല്ലാതെ പരസ്യം കണ്ടിട്ട് ഒരിക്കലും ഒരു സാധനം പോയി എടുക്കാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ ഇനി മുതൽ എന്തായാലും ഡെയിലി വ്ളോഗും വണ്ടിക്കെടുത്ത പണി എല്ലാം കൂടെ തകർത്ത് ഡെയിലി കണ്ടന്റ് എപ്പിസോഡ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് കൂടെ ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ എല്ലാം കണ്ടുപിടിക്കുന്ന ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. കണ്ടന്റ് ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക.